ഇന്ത്യൻ പ്രീമിയർ ലീഗിന് ഇനി 3 ദിവസം മാത്രം. 17ാം പതിപ്പിന്റെ ചാമ്പ്യനെ അറിയാൻ 2 മത്സരം ബാക്കി. അവിശ്വസനീയ തിരിച്ചുവരവ് നടത്തിയ റോയൽ ചലഞ്ചേഴ്സും വീണിരിക്കുന്നു. കിരീടത്തിനായി കിങ് കോഹ്ലി ഇനിയും കാത്തിരിക്കണം. സാധ്യമാകുന്നതെല്ലാം അയാൾ ചെയ്തു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ടീം മുഴുവൻ അയാൾക്കൊപ്പം നിന്നു. പക്ഷേ അവസാന വിജയം തീരുമാനിക്കുന്നത് ആ ദിവസമാണ്. രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിലും ആ അനിശ്ചിതത്വം പ്രകടമായിരുന്നു. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ആദ്യം ബാറ്റിംഗിനെത്തി. ഡുപ്ലസിയും വിരാട് കോഹ്ലിയും നന്നായി തുടങ്ങി. ടെൻ ബോൾട്ടിന്റെ ബൗളിംഗ് മികച്ചതായിരുന്നു. പക്ഷേ ആവേശം സന്ദീപും നിരാശപ്പെടുത്തി. യുസ്വേന്ദ്ര ചഹലും പ്രതീക്ഷയ്ക്കൊത്തുയർന്നില്ല. ഒടുവിൽ അശ്വിന്റെ അനുഭവ സമ്പത്ത് രാജസ്ഥാന് തുണയായി. പ്രതിരോധിക്കാൻ കഴിയാവുന്ന ഒരു സ്കോറിലേക്ക് RCB എത്തിയില്ല. ബാറ്റർമാരുടെ പ്രകടനം ശരാശരിയിൽ ഒതുങ്ങി. 8ന് 172 വിജയത്തിന് പോകുന്ന സ്കോറായിരുന്നില്ല. പതിവ് പോലെ പതിഞ്ഞ തുടക്കമാണ് രാജസ്ഥാനും ലഭിച്ചത്. എങ്കിലും ആദ്യ വിക്കറ്റിൽ ഭേദപ്പെട്ട സ്കോർ ഉയർത്തി. ഇടയ്ക്ക് വിക്കറ്റുകൾ വീണത് തിരിച്ചടിയായി. ഒടുവിൽ കളി മാറ്റാനായി ഷിംറോൺ ഹെറ്റ്മയർ അവതരിച്ചു. ഒരു വശത്ത് ഹെറ്റ്മയർ സ്കോറിംഗ് നടത്തിയത് റിയാൻ പരാഗിന്റെ സമ്മർദ്ദം കുറച്ചു. ഇരുവരും വീണപ്പോൾ രാജസ്ഥാൻ ജയമുറപ്പിച്ചിരുന്നു. കൈപ്പിടിയിലെത്തിയ വിജയം റോമാൻ പവൽ സ്വന്തമാക്കി. 17ാം പതിപ്പിലും RCBക്ക് കണ്ണീരോടെ വിട. എങ്കിലും RCB നടത്തിയ പോരാട്ടം എക്കാലവും ഓർമ്മിക്കും.